കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഉന്നതിയിൽ യാത്രാ സൗകര്യമില്ല. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് 1/2 കിലോമീറ്റർ ചുമന്ന്. രോഗിയെ ചുമന്നിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിസ്ന, എത്രയോ ഖേദകരമാണ് ആ ദൃശ്യങ്ങൾ. കോട്ടൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഉന്നതിയിൽ യാത്രാ സൗകര്യം ഇല്ല. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് 1/2 കിലോമീറ്റർ ചുമന്നാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ്ന, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം? ദിസ്ന, കേൾക്കാമോ? ഈ കോട്ടൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഉന്നതിയിലെ അങ്ങേയറ്റം ശോച്യമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ദൃശ്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യവുമില്ല. ദിസ്ന, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നിലവിൽ നീലിമായി കോട്ടൂർ പഞ്ചായത്ത് 13-ാം വാർഡ് കല്ലൂട്ടുകുന്ന് അംബേദ്കർ സെറ്റിൽമെന്റ് ആദിവാസി ഉന്നതിയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. 16 കുടുംബങ്ങളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്, ഈ ഉന്നതിയിൽ താമസിക്കുന്നത്. പക്ഷെ അവിടെ യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. 3 വർഷം മുൻപ് ഈ കോളനിയിലെ നിവാസികളൊക്കെ കൂടി 1.25 കോടി രൂപ റോഡ്, സാംസ്കാരിക നിലയ നിർമ്മാണ പ്രവർത്തികൾക്ക് വകയിരുത്തിയ പ്രഖ്യാപനമുണ്ടായെങ്കിലും യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. ആ ഉന്നതിയിലെ ഒരു താമസക്കാരനെ അസുഖം വന്നപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടി വഴിയില്ലാത്തതിനെ തുടർന്ന് സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം വന്നിരിക്കുന്നത്. എന്തായാലും ഉടനടി ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ ഉന്നതി നിവാസികൾ പറഞ്ഞിരിക്കുന്നത്. 300 മീറ്റർ ചുമന്നാണ് ഇവർ പ്രധാന റോഡിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നീലിമ. എന്തായാലും ഇവർക്കുള്ള വികസനങ്ങളൊക്കെ തന്നെ, അതായത് ഈ ഉന്നതി നിവാസികൾക്ക് പല പദ്ധതികളും നടപ്പിലാക്കണം എന്ന പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഈ ഉന്നതിയിലെ നിവാസികൾ അറിയിച്ചിരിക്കുന്നത്. നീലിമ. ശരി ദിസ്ന, കോട്ടൂർ പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദിസ്ന നൽകിയത്.